വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർമാരെ ആകർഷിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിന്റെ പൊതു ബജറ്റ്. ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തി. 40,000 രൂപ വരെയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്കും നികുതി ഇളവ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. 4 മാസത്തിന് ശേഷം പുതിയ ബജറ്റ് വരാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 4 മാസത്തിനു ശേഷം പുതിയ സർക്കാർ അധികാരമേൽക്കാനിരിക്കെ ഇടക്കാല ബഡ്ജറ്റിൽ കയ്യടി നേടാനുള്ള പദ്ധതികൾ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ 2.5 ലക്ഷം രൂപയായിരുന്ന വ്യക്തിഗത ആദായ നികുതി പരിധി 5 ലക്ഷമായി ഉയർത്തി. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയായും ഉയർത്തിയതോടെ PF മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുള്ളവർക്ക് 6 ലക്ഷം രൂപ നികുതി ഇളവ് ലഭിക്കും. 3 കോടിയോളം വരുന്ന മധ്യവർഗ കുടുംബങ്ങളെ കയ്യിലെടുക്കാനാണ് നീക്കം. 40,000 രൂപ വരെയുള്ള ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്കും നികുതി ഇളവ് മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചു. Persons having even higher income will not have to pay any tax. This will provide tax benefit of 18,500 crore rupees to an estimated 3 crore middle class taxpayers. Standard deduction is being raised from the current 40,000 to rupees 50,000. TDS threshold on interest earned on bank or post office deposits is being raised from 10,000 to 40,000 rupees. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻ സ്കീം അവതരിപ്പിച്ചു. 15,000 രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 3,000 രൂപ വരെ പെൻഷൻ ലഭിക്കും. പ്രതിമാസം 100 രൂപ വിഹിതമായി അടയ്ക്കണം. BJP ഭരിക്കുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഗോസംരക്ഷണ പദ്ധതിയും ഇത്തവണ ആദ്യമായി കേന്ദ്ര പൊതുബഡ്ജറ്റിൽ മോദി സർക്കാർ കൊണ്ടുവന്നു. പ്രളയത്തിൽ തകർന്ന കേരളത്തിന് ആദ്യഘട്ടത്തിൽ 600 കോടി മാത്രം അനുവദിച്ച കേന്ദ്ര സർക്കാർ വർഗീയ ലക്ഷ്യത്തോടെ ഗോസംരക്ഷണത്തിനായി 750 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. പ്രതിരോധ ബഡ്ജറ്റ് 3 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഒൺ റാങ്ക് ഒൺ പെൻഷൻ പദ്ധതിക്കായി 35,000 കോടി രൂപ മാറ്റിവെച്ചു. അടുത്ത 10 വർഷത്തേക്കുള്ള മോദിയുടെ വിഷൻ എന്ന പേരിൽ 10 പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പീയൂഷ് ഗോയൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് സമാനമാക്കി ബഡ്ജറ്റ് പ്രസംഗത്തെ മാറ്റിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആകെ 2,54,811 സമ്മതിദായകർ. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 30,47,923 പേർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതിക്ക് തലേന്നുവരെ ഇനി പട്ടികയിൽ പേര് ചേർക്കാമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. കഴിഞ്ഞ നവംബർ 15 വരെ പേര് ചേർക്കാൻ അപേക്ഷിച്ചവരിൽ നിന്ന് 3,43,218 പേരെ ഉൾപ്പെടുത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആകെ 2,54,811 സമ്മതിദായകർ. ഇതിൽ 1,31,11,189 സ്ത്രീ വോട്ടർമാരും 1,22,97,403 പുരുഷന്മാരും ഉൾപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതിക്ക് തലേന്നുവരെ വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. പേര് ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് കഴിച്ചു. അതിൻ്റെ താല്പര്യം, അതിൻ്റെ അർത്ഥം ഇത് ഈ പരിപാടി ഇപ്പോൾ നിർത്തിവെച്ചു എന്നില്ല. ദിസ് പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ഷാൽ കണ്ടിന്യൂ ടിൽ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോൾ ഓഫ് ദി നോമിനേഷൻസ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 30,47,923 പേർ. NRI വോട്ടർമാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ട്. കഴിഞ്ഞ തവണ 23,910 വോട്ടർമാരായിരുന്നത് ഇത്തവണ 66,584 പേരായിട്ടാണ് ഉയർന്നത്. കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. 22,241 പേർ. ആദ്യമായി സമ്മതിദാനാവകാശം നേടിയവർ 2,61,780 പേരാണ്. മലപ്പുറം ജില്ലയിലാണ് കന്നി വോട്ടർമാർ കൂടുതലുള്ളത്. 46,700 പേർ. 119 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരും സമ്മതിദാനാവകാശം നേടി. കഴിഞ്ഞ തവണ 18 പേർ മാത്രമായിരുന്നു ഇവരിൽ വോട്ടവകാശം ഉണ്ടായിരുന്നവർ. മരണപ്പെട്ടവർ, ഇരട്ടിപ്പിക്കൽ, ഡ്യൂപ്ലിക്കേറ്റ് എന്നിവയുൾപ്പെടെ 1,15,000 പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് 24,970 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകുക. പുതിയ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം പോലീസ് ശേഖരിക്കുകയാണെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിലേക്ക് പ്രതീകാത്മകമായി നിറയൊഴിച്ച ഹിന്ദു മഹാസഭ നടപടി നീചവും പ്രാകൃതവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹിന്ദു മഹാസഭ നടപടി നീചവും പ്രാകൃതവുമാണെന്നും ഗാന്ധിജിയെ നിന്ദിക്കുകയും ഗോഡ്സെയെ സ്തുതിക്കുകയും ചെയ്ത സംഭവം രാജ്യദ്രോഹമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തെ നിയമസഭ അപലപിച്ചതായും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയുടെ കോലമുണ്ടാക്കി ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയാണ് വെടിയുതിർത്ത് ആഘോഷിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയെ ചൊല്ലി തർക്കം തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ദുരിതബാധിതരുടെ നേതൃത്വവും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 1905 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് സമരസമിതിയുടെ ആവശ്യം. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ഇതിൽ തീരുമാനം എടുക്കാനാവൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ചികിത്സാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ 374 പേരായി പട്ടിക ചുരുങ്ങി. ദുരിതം നേരിട്ട 1905 പേരെയും ഉൾപ്പെടുത്തണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ചാണ് അവർ സമരത്തിനിറങ്ങിയത്. സമരം നടത്തുന്നവരുമായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ എന്നിവർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. പട്ടിക വീണ്ടും പരിശോധിക്കാൻ തയ്യാറാണെന്ന് മന്ത്രിമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യം തന്ന ലിസ്റ്റിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിശോധിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റ്. അതിലവർക്ക് ആക്ഷേപമുള്ള സാഹചര്യത്തിൽ 1905 ഒരിക്കൽ പുനഃപരിശോധന നടത്തി ഇനി വീണ്ടും വേണമെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. നിലവിൽ അംഗീകരിച്ച പട്ടിക പ്രകാരം 6212 പേരാണ് ദുരിതബാധിതർ. അവർക്ക് 161,65 ലക്ഷം രൂപ വിവിധ സന്ദർഭങ്ങളിലായി നഷ്ടപരിഹാര തുക അനുവദിച്ചതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. മൊറട്ടോറിയം 6 മാസം കൂടി നീട്ടി. ജപ്തി നടപടി നിർത്തിവെച്ചു. പട്ടിക തയ്യാറാക്കുന്ന ദിവസം ഹർത്താൽ കാരണം ഒരുപാട് പേർക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇതാണ് പട്ടിക ചുരുങ്ങാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാവാത്ത പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മകരവിളക്ക് കത്തിക്കുന്നതാണെന്ന പരാമർശവുമായി BJP MLA ഒ രാജഗോപാൽ. മലയാളികർക്ക് മകരവിളക്ക് തെളിയിക്കാൻ അവസരം നൽകണം എന്നാവശ്യപ്പെട്ട് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിലാണ് ഒ രാജഗോപാലിന്റെ വിവാദ പരാമർശം. ശബരിമലയിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് സ്വയം തെളിയുന്നു. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസമാണിത്. എന്നാൽ ഇന്ന് നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചുകൊണ്ട് സഭയിലെ ഏക BJP അംഗം ഒ രാജഗോപാൽ പറഞ്ഞതിങ്ങനെ: ശബരിമലയിലെ മകരവിളക്ക് എന്നുള്ളതായ ഒരു ഉത്സവ പരിപാടിയുണ്ട്. ആ പരിപാടി ഒരു ചടങ്ങ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടുള്ളത് വിളക്ക് തെളിയിക്കുക എന്നുള്ള കാര്യമാണ്. അതിനെപ്പറ്റി സങ്കല്പങ്ങൾ പലർക്കും പലതും ഉണ്ടാവായിരിക്കും. നടക്കുന്ന കാര്യം അത് ചില ആൾക്കാർ കൊളുത്തുന്നു എന്നുള്ളത്. നിർഭാഗ്യവശാൽ സംഭവിച്ചിട്ടുള്ള കാര്യം ഇത് അവിടെ പരമ്പരാഗതമായി ജീവിച്ചു വരുന്നതായിട്ടുള്ള വനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ കാലമായി ചെയ്യുന്നു. അതിന് ലഭ്യതയൊന്നുമില്ല. എന്നാൽ അയ്യപ്പ വിശ്വാസികൾ ഒ രാജഗോപാൽ പറയും പോലെ അല്ലല്ലോ വിശ്വസിക്കുന്നതെന്ന് മന്ത്രി AK ബാലൻ ചോദിച്ചു. ആദ്യമായിട്ടാണ് ഔപചാരികമായി മകരവിളക്കാരാണ് തെളിയിക്കുന്നത് എന്ന് ഈ സഭയിൽ വരുന്നത്. ഇതുവരെ നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു രഹസ്യമുണ്ട്. വസ്തു എന്തോ ആയിക്കോട്ടെ, അത് ഔപചാരികമായിട്ട് വെളിപ്പെടുത്താൻ പോവാണ് നമ്മൾ. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വിളക്ക് തെളിയിക്കുന്ന ചടങ്ങിൽ മലയരയർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. മകരവിളക്കുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പലവിധ ചർച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു BJP നേതാവ് തന്നെ മകരവിളക്ക് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഖനനവിരുദ്ധ സമരം നടക്കുന്ന ആലപ്പാട് താൻ സന്ദർശിക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും. ഖനനം നടത്തിയ ശേഷം ഭൂമി ഉടമസ്ഥന് തിരിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സമരത്തിനു പിന്നിൽ നാടിന്റെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്ന ശക്തികളാണെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം.
സീറ്റ് വിഭജനത്തിന്റെ ഗൌരവമേറിയ പ്രാരംഭ ചർച്ചകൾക്കായി വിളിച്ചു ചേർത്ത അടിയന്തര UDF യോഗം ഇന്ന് നടക്കും. വൈകിട്ട് 6 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് യോഗം. സീറ്റ് തർക്കം തെരഞ്ഞെടുപ്പ് അടുക്കുന്നതുവരെ നീട്ടരുതെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ന് യോഗം ചേരുന്നത്. 2 സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട്. കോട്ടയം സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസിന് ഇടുക്കിയോ ചാലക്കുടിയോ കൂടി വേണമെന്ന ആവശ്യം PJ ജോസഫും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ UDF പുനഃപ്രവേശന ഘട്ടത്തിൽ കോൺഗ്രസിന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റിൽ ജോസ് കെ മാണിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതിനാൽ അധിക സീറ്റെന്ന വാദം യോഗത്തിൽ KM മാണി ഉന്നയിക്കില്ല. കേരള കോൺഗ്രസ്, ജേക്കബ്, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയവർ സീറ്റ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത് കോൺഗ്രസ് ഗൌരവത്തോടെ കാണുന്നില്ല. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കേരള യാത്ര ഫെബ്രുവരി 3-ന് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മുന്നണിതല ചർച്ചകൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അസൌകര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഇന്ന് ചർച്ചകൾ ആരംഭിക്കുന്നത്. കേരള കർണാടക അതിർത്തിയിലെ നരഭോജി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. 2 ആഴ്ചക്കിടെ 3 പേരെ കടുവ കൊന്നിരുന്നു. കർണാടകയിലെ നാഗർഹോള കടുവാ സങ്കേതത്തിൽ വെച്ചാണ് കടുവയെ വെടിവെച്ചത്. നാട്ടുകാരെ കാണിക്കണം എന്നാവശ്യപ്പെട്ട് ദേശീയപാത ഉപരോധിക്കുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? ഈ കൊന്ന കടുവ ഇപ്പോഴെവിടെയാണുള്ളത്? വയനാട് അതിർത്തിയിൽ കർണാടകയോട് ചേർന്നുള്ള മച്ചൂർ എന്നുള്ള പ്രദേശത്താണ് ഈ കടുവയുടെ ഒരു ഭീതി കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുകയും ഉച്ചയോടുകൂടി മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുകയും ചെയ്തു. എന്നാൽ ഈ കടുവയെ കാണിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം പോലീസ് ഇടപെട്ട് അവസാനിപ്പിച്ചു. ലാസ്റ്റ് ചാർജ് ഉണ്ടായി. നാട്ടുകാരെ വിരട്ടി ഓടിച്ച് ഇതിലൂടെയുള്ള ഗതാഗതം തോട് ഉപയോഗിച്ചുകൊണ്ടുള്ള സമരം പോലീസ് ഒഴിവാക്കി. ഇപ്പോൾ ഇതിലെ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ കടുവയെ മൈസൂരിലുള്ള മൃഗശാലയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് വനവകുപ്പ് നടത്തുന്നത്. നേരത്തെ ഈ കടുവയെ പിടികൂടിയത് തങ്ങൾക്ക് അറിയണം, തങ്ങൾക്ക് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയിരുന്ന പ്രതിഷേധത്തോട് കർണാടകയിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി. ഈ നാട്ടുകാരെ കാണിക്കണമെന്ന ആവശ്യത്തോട് അനുഭവപൂർണ്ണമായല്ല കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. ഈ കടുവയെ മറ്റൊരു വഴിയിലൂടെ വനത്തിന് പുറത്തെത്തിച്ച് ഈ മൈസൂർ മൃഗശാലയിലേക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയായിരുന്നു. ഇതേ തുടർന്ന് റോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ നാട്ടുകാരെ എല്ലാം തന്നെ വനവകുപ്പും പോലീസിന്റെയും കൂടുതൽ സംഘങ്ങൾ എത്തിയതിനു ശേഷം ലാത്തി ചാർജ് ചെയ്ത് ഈ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. 100 കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി പ്രദേശത്ത് അടിച്ചുകൂടിയത്. 3 പേരെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കൊന്ന കടുവയായിരുന്നു ഇത്. ഈ കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ദിവസങ്ങളായി തന്നെ ഇവിടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ മച്ചൂരിൽ ഈ പാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ ഈ കടുവയെ വെടിവെച്ച് പിടിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് വനവകുപ്പ് എത്തിയത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിന്റെ സാഹചര്യം ഇപ്പോഴില്ല. സംഘർഷാവസ്ഥ അയഞ്ഞിരിക്കുന്നു. നാട്ടുകാർ പിരിഞ്ഞു പോയിരിക്കുന്നു. ഇതിലൂടെ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ മൈസൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് വനവകുപ്പ് ഇപ്പോൾ നടത്തുന്നത്. മച്ചൂരിൽ 3 പേരെ കൊന്ന കടുവയെ പിടികൂടി. ഇപ്പോൾ കടുവയെ മൈസൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുകയാണ്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. അധോലോക കുറ്റവാളി രവി പൂജാരി അറസ്റ്റിലായെന്ന് സൂചന. ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ നിന്ന് രവി പൂജാരിയെ അറസ്റ്റ് ചെയ്തുവെന്നാണ് വിവരം. കൊച്ചിയിൽ നടി ലീന മാരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിൽ വെടിയുതിർക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതിന് രവി പൂജാരിക്കെതിരെ കേസുണ്ട്. ഗുജറാത്തിലെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള രവി 15 വർഷത്തോളമായി ഒളിവിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന വിമാനമായ മിറാജ് 2000 തകർന്ന് 2 പേർ മരിച്ചു. ഹോൺഡോൺ ലീഡർമാരായ നെജിയും അപ്രോളുമാണ് മരിച്ചത്. ബാംഗ്ലൂർ HAL എയർപോർട്ടിലാണ് സംഭവം നടന്നത്. CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കാനായുള്ള ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരും. കഴിഞ്ഞ വ്യാഴാഴ്ച യോഗം ചേർന്നിരുന്നുവെങ്കിലും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ഡയറക്ടറാകാൻ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അപൂർണമാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് അന്ന് യോഗം തീരുമാനമാവാതെ പിരിഞ്ഞത്. അതേസമയം അഗ്നിശമന സേനാ വിഭാഗം മേധാവിയായി നിയമിച്ചെങ്കിലും ചുമതല ഏറ്റെടുക്കാത്തതിനാൽ അലോക് വർമ്മയ്ക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടിയെടുത്തേക്കും. അദ്ദേഹത്തിന്റെ വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനാണ് സാധ്യത. വർമ്മയ്ക്കെതിരെ അന്വേഷണം നടക്കുന്നതിനാൽ അദ്ദേഹം നൽകിയ രാജി സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. CVC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മയെ ഉന്നതാധികാര സമിതി യോഗം ജനുവരി 10-ന് മാറ്റിയിരുന്നു. അലോക് വർമ്മയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാടെടുത്തപ്പോൾ അതിനോട് ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായ ജസ്റ്റിസ് AK സിക്രി അനുകൂലിക്കുകയായിരുന്നു. എന്നാൽ തീരുമാനത്തോട് മല്ലികാർജ്ജുൻ ഖാർഗെ വിയോജിച്ചു. അലോക് വർമ്മയെ നീക്കിയതിനെ തുടർന്നാണ് ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് പുതിയ CBI ഡയറക്ടറെ കണ്ടെത്തുന്നത്. നിലവിൽ 1980 മുതൽ 85 വരെയുള്ള കാലത്ത് സേവനം ആരംഭിച്ച 80 IPS ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് സൂചന.
എന്നാൽ സമിതിക്ക് മുൻപാകെ സമർപ്പിക്കപ്പെട്ട ലിസ്റ്റിൽ പലരുടെയും പശ്ചാത്തല വിവരങ്ങളും പരിചയ സമ്പത്ത് പോലുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതിനെ മല്ലികാർജുൻ ഖാർഗെ എതിർത്തതോടെയാണ് സമിതിക്ക് തീരുമാനമെടുക്കാനാകാതെ പിരിയേണ്ടി വന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം 2 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ഉൾപ്പെടുത്തും. പുതിയ മേധാവിയെ തെരഞ്ഞെടുക്കുന്നതുവരെ ഇടക്കാല CBI ഡയറക്ടറെ നാഗേശ്വർ റാവുവാണ് തുടരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നിവരാണുള്ളത്. NIA ഡയറക്ടർ ജനറൽ YC മോദി, മുംബൈ പോലീസ് കമ്മീഷണർ സുബോധ് ജയ്സ്വാൾ, ആഭ്യന്തര സുരക്ഷാ സ്പെഷ്യൽ സെക്രട്ടറി റീന മിത്ര, ഗുജറാത്ത് DGP ശിവാനന്ദ് ഝാ, BSF ഡയറക്ടർ ജനറൽ രജനീകാന്ത് മിശ്ര, CISF ഡയറക്ടർ ജനറൽ രാജേഷ് രഞ്ജൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. M. നാഗേശ്വർ റാവുവിനെ CBIയുടെ താൽക്കാലിക ഡയറക്ടറായി നിയമിക്കുന്നതിന് മുൻപ് ഉന്നതാധികാര സമിതിയുടെ അഭിപ്രായം തേടിയിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ് ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചത്. CBIക്ക് ദീർഘകാലം സ്ഥിരം ഡയറക്ടർ ഇല്ലാത്ത അവസ്ഥ ശരിയല്ലെന്നും തന്ത്രപ്രധാനമായ പല കേസുകളും അന്വേഷിക്കുന്ന ഏജൻസിയാണ് CBI എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പുതിയ ഡയറക്ടറെ നിയമിക്കാനുള്ള നടപടി ആരംഭിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. നാഗേശ്വർ റാവുവിനെ CBI ഡയറക്ടറാക്കിയത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സന്നദ്ധ സംഘടനയായ കോമൺ കോസാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നത് അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം പോർട്ട് ബ്ലെയറിലേക്കുള്ള സ്ഥലം മാറ്റത്തിനെതിരെ CBI DSP AK ബ്ലസ്സി നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി CBI താൽക്കാലിക ഡയറക്ടർ നാഗേശ്വർ റാവുവിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചു. നോട്ടീസിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കർഷകർ, വിമുക്ത ഭടന്മാർ, യുവാക്കൾ, വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യ യുണൈറ്റ്സ് പ്രക്ഷോഭം ഇന്ന് 3ാം ദിവസത്തിലേക്ക്. 3ാം ദിവസ സമരത്തിൽ കർഷക ട്രേഡ് യൂണിയൻ സംഘടനകളാണ് ധർണയിരിക്കുക. കർഷക തൊഴിലാളി പ്രശ്നങ്ങൾ, ഇതിന് കാരണമായ ഗവൺമെന്റ് നയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ധർണയിൽ ഇന്ന് ചർച്ച ചെയ്യും. 9 ദിവസം നീളുന്ന ധർണാ സമരത്തിൽ വിവിധ വിഭാഗങ്ങളിലെ 40-ലേറെ സംഘടനകൾ അണിനിരക്കുന്നുണ്ട്. ഫെബ്രുവരി 7-ന് സമരം അവസാനിക്കും. മുംബൈയിലെ ഒറ്റയാൾ പത്രപ്രവർത്തകനായിരുന്ന KB സെയ്ദ് മുഹമ്മദ് ഓർമ്മയായി. കഴിഞ്ഞ 28 വർഷമായി ഒരു സാഹിത്യ പ്രസിദ്ധീകരണം എഡിറ്റ് ചെയ്ത് അച്ചടിച്ച് സ്വയം വിതരണം ചെയ്ത് ജീവിച്ചിരുന്ന മുംബൈ മലയാളികളുടെ നഗരത്തിൽ ബാക്കിവെച്ചത് കുറെ സൌഹൃദങ്ങൾ മാത്രം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ സ്മരണയുടെ ഭാഗമായി ബംഗളൂരുവിൽ സൌഹാർദ്ദ കർണാടകയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി മുതൽ ഗൌരി വരെ പരിപാടി ശ്രദ്ധേയമായി. സംഘപരിവാർ ശക്തികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും എതിർപ്പിന്റെ ശബ്ദത്തെയും നിശബ്ദമാക്കുന്നതോടൊപ്പം ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഗോപാലഗൌഡ പറഞ്ഞു. സംഘപരിവാർ ശക്തികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും എതിർപ്പിന്റെ ശബ്ദത്തെയും നിശബ്ദമാക്കുന്നതോടൊപ്പം ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണെന്നും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയ കേരള സർക്കാരിനെതിരെ പ്രധാനമന്ത്രി തന്നെ വിമർശനം ഉന്നയിക്കുന്നത് ഇതിന്റെ ഉദാഹരണമാണെന്നും സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഗോപാലഗൌഡ പറഞ്ഞു. മഹാത്മാഗാന്ധിയെ വധിച്ചവർ ഗൌരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയതിൽ അത്ഭുതമില്ലെന്നും ദബോൽക്കർ, പൻസാരെ, കൽബുർഗി എന്നിവരെ കൊലപ്പെടുത്തിയതിലൂടെ സംഘപരിവാർ ശക്തികളെ എതിർക്കുന്നവരെ വെച്ചുപൊറുപ്പിക്കാനാകില്ല എന്ന് ഭീഷണി ഉയർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. SY ഗുരുശാന്ത്, പ്രൊഫസർ അരവിന്ദ് മാലഗത്തി, ഡോക്ടർ വസുന്ധര ഭൂപതി, ഫാദർ മനോഹർ ചന്ദ്രപ്രസാദ്, R ശ്രീനിവാസൻ, KN ഉന്മേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കവി സമ്മേളനവും പ്രശസ്ത സാഹിത്യകാരൻ ബൊജവാറു മുഹമ്മദ് കുഞ്ഞി രചിച്ച പാപ്പുഗാന്ധി ബാപ്പുഗാന്ധിയായ കഥ എന്ന കഥയുടെ നാടകാവിഷ്കരണമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബാംഗ്ലൂർ. നാടകകൃത്തും സംവിധായകനും ചിത്രകാരനുമായ തുപ്പേട്ടൻ എന്ന M. സുബ്രഹ്മണ്യൻ നമ്പൂതിരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2003-ൽ മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. വന്നന്തിയെ കാണാം എന്ന നാടകത്തിനായിരുന്നു അവാർഡ്. കോൺഗ്രസ് നേതാവും പ്രഥമ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി EMSന്റെ മുഖ്യ എതിരാളിയുമായിരുന്ന കാസർഗോഡ് തൃക്കരിപ്പൂരിലെ TV കോരൻ നിര്യാതനായി. 94 വയസ്സായിരുന്നു. PSP സ്ഥാനാർത്ഥിയായിരുന്ന TV കോരൻ പിന്നീട് കോൺഗ്രസിൽ ചേർന്നു. തൃക്കരിപ്പൂരിലെ ആധാരം എഴുത്തുകാരൻ കൂടിയായിരുന്നു TV കോരൻ. DCC വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കുറച്ചുകാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. 1957-ലെ തെരഞ്ഞെടുപ്പിൽ നീലേശ്വരത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളായി EMSനൊപ്പം കല്ലളൻ വൈദ്യരും വിജയിച്ചിരുന്നു.
സംസ്ഥാന സർക്കാർ ബജറ്റിൽ കാസർഗോഡിന് മികച്ച പരിഗണന. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ഷേമത്തിനും ജില്ലയുടെ പ്രത്യേക വികസന പാക്കേജിനും ഇത്തവണയും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ച അതിവേഗ തീവണ്ടി പാതയുടെയും തീരദേശ ജലപാതയുടെയും നേട്ടം കൂടുതൽ ലഭിക്കുക കാസർഗോഡ് ജില്ലയ്ക്കാണ്. കാസർഗോഡിന്റെ നൊമ്പരമുണർത്തുന്ന മുഖങ്ങളാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. ഇപ്പോൾ പ്രക്ഷോഭരംഗത്തുള്ള ഇവരുടെ പ്രശ്നങ്ങൾക്ക് സാന്ത്വനമേകുവാൻ സംസ്ഥാന സർക്കാർ ഇത്തവണയും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 20 കോടി രൂപയുടെ ധനസഹായം. ദുരിതബാധിതർക്ക് നൽകിവരുന്ന പെൻഷൻ തുക 1100 രൂപയിൽ നിന്ന് 1200 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിലും 100 രൂപ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനും നേരത്തെ LDF സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. കാസർഗോഡ് വികസന പാക്കേജിനുള്ള പ്രത്യേക സഹായമാണ് ബഡ്ജറ്റിലെ മറ്റൊരു നേട്ടം. 91 കോടി രൂപ പ്രത്യേക പാക്കേജിനായി നീക്കിവച്ചിട്ടുണ്ട്. ഈ തുക ജില്ലയിൽ ആസൂത്രണം ചെയ്ത വികസന പദ്ധതികൾക്ക് പ്രയോജനപ്പെടുത്താനാകും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് നീക്കിവെച്ച തുകയിൽ ഒരു വിഹിതം നിർമ്മാണഘട്ടത്തിലുള്ള കാസർഗോഡ് മെഡിക്കൽ കോളേജിന് ലഭിക്കും. കാസർഗോഡ് തിരുവനന്തപുരം ഹൈസ്പീഡ് തീവണ്ടിപ്പാത, ജലപാത എന്നിവയുടെ നേട്ടങ്ങളും കൂടുതൽ ലഭിക്കുന്നത് കാസർഗോഡ് ജില്ലക്കാർക്കാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗാന്ധിവധം പുനരാവിഷ്കരിച്ച ഹിന്ദു മഹാസഭയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗാന്ധിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഗോഡ്സെയുടെ ആശയങ്ങളെ തൂക്കിലേറ്റുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് V വസീഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം P ഷിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. കരകൌശല വസ്തുക്കൾക്ക് വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ മികച്ച വിപണി ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കരകൌശല മേഖലയ്ക്ക് പുത്തനുണർവ് പകരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കരകൌശല വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ടൂൾ കിറ്റുകളുടെ വിതരണവും നൂതന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരകൌശല വികസന കോർപ്പറേഷനെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ വ്യവസായ മന്ത്രി EP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. തലസ്ഥാന നഗരിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്മാന നറുക്കെടുപ്പായ ട്രാവൻകൂർ റാഫിളിന്റെ മെഗാ ഡ്രോ നറുക്കെടുപ്പ് മാളിൽ വെച്ച് നടന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, കോർപ്പറേറ്റ് ഹെഡ് KP നാരായണൻ, മാൾ സെന്റർ ഹെഡ് പരി സുഹാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2018 ഏപ്രിൽ 30 ആരംഭിച്ച റാഫിൾ മെഗാ ഡ്രോയിൽ അപ്പാർട്ട്മെന്റുകൾ, കാർ, ബൈക്കുകൾ എന്നിവയാണ് സമ്മാനങ്ങൾ.